പാലക്കാട് നഗരസഭയിൽ ബിജെപിക്കെതിരെ സിപിഐഎം കോൺഗ്രസ് സഹകരണത്തിന് സാധ്യത. മൂന്നാം തവണയും ബിജെപി ഭരണത്തിൽ വരാതിരിക്കാൻ സിപിഐഎമ്മും കോൺഗ്രസും സ്വതന്ത്രനെ പിന്തുണച്ചേക്കും. മതേതര സഖ്യമല്ല, മാങ്കൂട്ടത്തിൽ സഖ്യമാണ് പാലക്കാട് എന്നാണ് ബിജെപിയുടെ കുറ്റപ്പെടുത്തൽ. കഴിഞ്ഞ 10 വർഷം ഭരിച്ച പാലക്കാട് നഗരസഭ ഇത്തവണ ഒറ്റയ്ക്ക് ഭരിക്കാൻ ബിജെപിക്കാവില്ല. കേവല ഭൂരിപക്ഷത്തിന് വേണ്ട 27 അംഗങ്ങൾ ബിജെപിക്കില്ല. 25 അംഗങ്ങളാണ് ബിജെപിക്കുള്ളത്. 18 സീറ്റാണ് UDFന്. LDFന് 9 സീറ്റും. LDFും UDFും ചേർന്ന് നിലവിലുള്ള സ്വതന്ത്രനെ പിന്തുണച്ചാൽ ബിജെപിക്ക് മൂന്നാം മൂഴം നഷ്ടമാകും. ബിജെപിയെ ഭരണത്തിൽ നിന്ന് മാറ്റാൻ അത്തരമൊരു സാധ്യത കോൺഗ്രസും സിപിഐഎമ്മും തള്ളുന്നില്ല. LDF വേണമെന്നല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ നേതാക്കന്മാരും ആലോചിച്ചിട്ട് അവർ മാറ്റി നിർത്താനുള്ള എന്ത് മാർഗം സ്വീകരിക്കും. അത് UDFനും UDFിൻ്റെ അണികൾക്കും ആ പ്രവർത്തകർക്കും ഒരു വിശ്വസനീയമാവണം, അവർക്ക് കൂടി സംതൃപ്തി നൽകുന്ന ഒരു തീരുമാനമാവണം. അതിനനുസരിച്ചുള്ള മാർഗം കിട്ടുകയാണെങ്കിൽ 100% തീർക്കും. എന്നാൽ പാലക്കാട് ഉണ്ടാകുന്നത് മതേതര സഖ്യമല്ല, മാങ്കൂട്ടത്തിൽ സഖ്യമാണെന്ന് ബിജെപിയുടെ വിമർശനം. ആലോചിക്കാൻ വരട്ടെ, നമുക്ക് അത് ആലോചനയിലേക്ക് ഇപ്പോൾ ഞങ്ങൾ കടന്നിട്ടില്ല. ഞാൻ നിലവിലുള്ള ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാടാണ് പറഞ്ഞു, അത് ഞങ്ങൾ ആ ആലോചനയിലേക്ക് കടന്നിട്ടില്ല. അതിൻ്റെ സമയമാവട്ടെ. ഡിസംബർ 21-നാണ് ഈ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച അംഗങ്ങളൊക്കെ സത്യപ്രതിജ്ഞ ചെയ്യുക. അത് കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ സ്ഥാപനങ്ങളിലെ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ് വരിക. അതിന് സമയമുണ്ട്, ഞങ്ങൾ ആലോചിക്കും. ദേശീയ തലത്തിൽ ബിജെപിയെ എതിർക്കുന്ന ഇന്ത്യ മുന്നണി കൂട്ടുകെട്ട് പാലക്കാട് നഗരസഭയിലും പ്രാവർത്തികമാകുമോ എന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. 24 പാലക്കാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.